വൈകുന്നേരം ചായക്കൊപ്പം കഴിക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്സാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. ഇത് തയ്യാറാക്കി നോക്കാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയിൽ. സ്വീറ്റ് കോൺ വെച്ചാണ് നമ്മൾ ഈ റെസിപ്പി തയ്യാറാക്കുന്നത്. ഒരു സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ കോൺ രണ്ടാക്കി ഒന്ന് കട്ട് ചെയ്യണം. അതിനുശേഷം ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം. അരിയുമ്പോൾ കോണിൻ്റെ വെള്ള കളറിലുള്ള ഭാഗം അരിയാതിരിക്കാൻ ശ്രദ്ധിക്കണം. അരിഞ്ഞതിന് ശേഷം കോണിലുണ്ടാകുന്ന ഈ നാരുകളൊക്കെ ഒന്ന് മാറ്റി കൈകൊണ്ടൊന്ന് തിരുമ്മി കോൺ പരസ്പരം ഒന്ന് വേർപെടുത്തി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ രണ്ടാമത്തെ പീസും അരിഞ്ഞെടുക്കണം. ഇപ്പോൾ കോൺ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവുള്ള മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും കൂടി മിക്സ് ചെയ്തതാണ്. അതിനുശേഷം ഉപ്പ് കൂടി ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്യണം. 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. കുറേശ്ശെയായിട്ട് കോണിലേക്ക് ഇട്ട് മിക്സ് ചെയ്യണം. കടലമാവ് ഒരുമിച്ചിട്ട് കൊടുക്കരുത്. അതുപോലെ കോണിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകും. അതുകൊണ്ട് ഈ ടൈമിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. കോൺ ഫുള്ളായിട്ട് കടലമാവ് കൊണ്ട് കവർ ചെയ്യണം. അതുവരെ കുറേശ്ശെയായിട്ട് കടലമാവ് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യണം. വെള്ളത്തിൻ്റെ അംശം കുറവ് വരുമ്പോൾ കുറേശ്ശെ വെള്ളം തെളിച്ച് കൊടുത്ത് മിക്സ് ചെയ്യണം. നമ്മൾ എടുക്കുന്ന കോണിൻ്റെ അളവിനനുസരിച്ച് കടലമാവിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാകും. കോൺ ഫുള്ളായിട്ട് കടലമാവിൽ കവർ ചെയ്യണം. അതാണ് പരുവം. ഇപ്പോൾ കടലമാവ് കോണിൽ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ ചൂടാക്കിയതിന് ശേഷം വെള്ളത്തിലൊന്ന് കൈ മുക്കി കോൺ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഷ്ടമുള്ള ഷേപ്പിൽ കോൺ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യത്തെ 30 സെക്കൻഡ് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം മീഡിയത്തിലേക്ക് മാറ്റി കോൺ തിരിച്ചും മറിച്ചുമിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നന്നായി മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് വരുമ്പോൾ എണ്ണയിൽ നിന്നും കോരി ഒരു ടിഷ്യൂ പേപ്പറിലേക്കോ കിച്ചൺ ടവലിലേക്കോ മാറ്റാം. ഇതുപോലെ എല്ലാം വറുത്ത് കോരണം. നല്ല ക്രിസ്പി ആയിട്ടുള്ള കോൺ ബജി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്